നമസ്കാരം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ നടന്ന വിഷയങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഒടുവിൽ അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ട് പിണറായി സർക്കാർ ഇരുട്ടിന്റെ മറവിൽ 2 സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്നോണം നിരവധി പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും CPM-ന് വലിയ തിരിച്ചടി തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട പുതിയൊരു വിഷയം ഇപ്പോൾ വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ശബരിമല സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വാമി അയ്യപ്പനെ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ്, ശബരിമലയിലേക്ക് എത്തുകയാണ്. ഈ സന്ദർഭത്തിലാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന വിവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് ഒരു പാട്ട് തമിഴ്നാട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ആ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ്: ഐ ആം സോറി അയ്യപ്പ, സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ എന്താണ് കുഴപ്പം, അയിത്തം എന്നാൽ എന്താണെന്നും പഴയ കാലമല്ല ഇതെന്നും. ഇതാണ് വരികൾ. അതായത് പുതിയ കാലത്തിൻ്റെ പുരോഗമനം വിളിച്ചോതുന്നു എന്ന് അവർ പറയുന്ന തരത്തിലുള്ള വരികളാണ്. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പാ രഞ്ജിത്ത് സംഘടിപ്പിച്ച, അതായത് ചലച്ചിത്ര സംവിധായകനാണ് പാ രഞ്ജിത്ത്. അദ്ദേഹം സംഘടിപ്പിച്ച പരിപാടിയിൽ ഇസൈവാണിയാണ് ഈ ഒരു പാട്ട് ആലപിച്ച് ഇപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് ഈ പാട്ട് എത്തിയിരിക്കുന്നത്. ഈ പാട്ടിലെ വരികളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നതും ആ രീതിയിൽ അയ്യപ്പ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതും. കാരണം ശബരിമല വലിയൊരു വൈകാരിക വിഷയമാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അത്രത്തോളം അയ്യപ്പ വിശ്വാസികളുടെ മനസ്സുകളെ മുറിപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർഭത്തിൽ മകരമണ്ഡലമാസം ആചരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു പാട്ടിറങ്ങിയത് അയ്യപ്പ വിശ്വാസികളെ വേദനിപ്പിക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്തായാലും ഈ ഒരു പാട്ടിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഇനി എന്തായിരിക്കും ഈ ഗാനം ഇറക്കിയ ആളുകളുടെ നടപടി എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.